ഹായ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ബാ. അപ്പോൾ അതിനു മുന്നേ കുറച്ച് തയ്യാറെടുപ്പൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ തയ്യാറെടുപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് ഇന്നത്തെ പരിപാടി എന്നല്ലേ. വേറെ ഒന്നല്ല കേട്ടോ, നമുക്ക് നമ്മുടെ മിഷൻ വെച്ചിട്ടേ പറമ്പൊന്ന് വയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ഇത് വയക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാനും ഇതേപോലെ സഹായിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ ബെൽറ്റൊക്കെ എടുത്തൊന്ന് സെറ്റപ്പാക്കി, അതുപോലെ അതിന് ഹെൽമെറ്റും ഇട്ടു, അതേപോലെ അതിൻ്റെ ഷൂ ഇട്ടു കേട്ടോ. ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ ഷൂവും ഹെൽമെറ്റും ഒക്കെ ഇട്ടില്ലെങ്കിലേ നല്ല പണി കിട്ടും. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നമ്മൾ ആദ്യം ചെയ്യേണ്ട പണികളാണ്. പിന്നെ നമ്മൾ മെഷീൻ ഓണാക്കി അതേപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ബെൽറ്റിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ മിഷൻ എടുത്തിട്ട് പണി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിന് ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഇത് എടുത്താൽ പൊങ്ങുന്നു പോയില്ലായിരുന്നു, അത്രയ്ക്ക് വെയിറ്റ് ആയിരുന്നു. ഇതുകൊണ്ട് നമുക്ക് നടക്കുമ്പോഴേ എന്താ പറയുക, ആടി പോകുമായിരുന്നു കേട്ടോ. എനിക്ക് ചിരി വരുമായിരുന്നു സംഭവം ഇതും എടുത്തുകൊണ്ട് പോകുമ്പോൾ. എന്താണെങ്കിലും അങ്ങനെ ആടിയാണെങ്കിലും ഞാൻ സംഭവം നമ്മുടെ കൈക്കൽ സെറ്റാക്കി എടുത്തു കേട്ടോ. ഇപ്പം എന്താ പറയണ്ടേ, നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് വയക്കി ഒക്കെ ക്ലീൻ ആക്കാനൊക്കെ സെറ്റായിട്ട് ഞാൻ പഠിച്ചേ. അപ്പോൾ ഹസ്ബൻഡ് വയ്ക്കുന്ന സമയത്ത് ഞാൻ നോക്കി നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു പഠിച്ച് ബാക്കിയൊക്കെ ചോദിച്ച് എന്താണേലും സംഭവം ഇതേപോലെ കുറേശ്ശെ വയ്ക്കാൻ അങ്ങനെ പഠിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്ന അറിയാം, ആണുങ്ങൾ ചെയ്യുന്ന പണിയാണ്, ഇത് പെണ്ണുങ്ങൾ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇത് ആണുങ്ങൾക്ക് മാത്രമല്ല, നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് അതിൻ്റെ ഒരു ഏല് നമുക്ക് കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ വയക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കത്തി കൊണ്ട് വയ്ക്കുന്ന കാര്യം വലിയ മടിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ പുറത്തുനിന്ന് കൂലിക്ക് ആളെ വിളിച്ച് അങ്ങനെ വൈക്കിക്കാറാണ് ഇതേപോലെ മെഷീൻ വെച്ചിട്ട്. പിന്നെ സമയം കിട്ടുമ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ കത്തിക്ക് വയ്ക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വിചാരിച്ചേ ഇതുപോലെ ഒരെണ്ണം വാങ്ങുവാണെങ്കിലും നമുക്ക് നമ്മുടെ പറമ്പ് എപ്പോഴും വൃത്തിയാക്കി ഇടാലോ എന്ന് വിചാരിച്ചേ. എന്ന് വെച്ചാൽ ഇപ്രാവശ്യമൊക്കെ നല്ല മഴയായതുകൊണ്ട് നല്ല രീതിയിൽ കാടുണ്ടായിരുന്നു കേട്ടോ. എത്ര പ്രാവശ്യം നമ്മൾ വയ്ക്കിയാലും വീണ്ടും അതേപോലെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതുപോലെ കാടാകുമായിരുന്നു. അപ്പോൾ അങ്ങനെ മടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഒരെണ്ണം വാങ്ങിയത് കേട്ടോ. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സമയം കിട്ടുന്ന സമയത്തിൽ 1 മണിക്കൂറൊക്കെ ഇതുപോലെ ഒന്ന് ഇറങ്ങി ക്ലീൻ ആക്കുമ്പം ഇതേപോലെ നമ്മുടെ പറമ്പ് വൃത്തിയായി കിടക്കും കേട്ടോ. അപ്പോൾ ഇത് സംഭവം ആദ്യമൊക്കെ ഞാൻ വായിക്കുന്ന സമയത്തൊക്കെ ആണേലേ കൈയുടെ ഉരത്തിനും ഇതിൻ്റെ വൈബ്രേഷൻ ഉണ്ടല്ലോ, നല്ല രീതിയിൽ ഇതിന് വൈബ്രേഷൻ ഉണ്ട്. അപ്പം കൈയുടെ ഉരത്തിനൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. ശരീരം മൊത്തം ഇളകും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല വേദനയൊക്കെ തോന്നി. ഇപ്പം അങ്ങനെ നമ്മൾ കുറേശ്ശായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരുപാട് സമയമൊന്നുമില്ല, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അത്രയൊക്കെ ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരുപാട് സമയമൊന്നും ചെയ്യാറില്ല. അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഹസ്ബൻഡ് ചെയ്യുമ്പം അതിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അങ്ങനെ കുറേശ്ശായിട്ട് ഞാനും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പറമ്പാണെങ്കിലും നല്ല ക്ലീനായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് പച്ചക്കറികൾ നടുന്ന സമയത്തൊക്കെ ആണെങ്കിലും നടുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി ബാക്കി നമുക്ക് കിളച്ച് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം നമ്മൾ കൂലിക്കൊക്കെ ആളെ വിളിച്ച് അവർ വരുന്ന സമയമൊക്കെ നമ്മൾ നോക്കി നിന്ന് വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും കാട് നല്ല രീതിയിൽ കയറും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച സംഭവം വാങ്ങി. എന്താണേലും അത് നമ്മൾക്ക് ഒതുങ്ങുന്ന പോലെ ഒക്കെ പരിപാടികളൊക്കെ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പറമ്പൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ക്ലീനാക്കി ഇടാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം ഞാൻ ഇത്രയും ഇന്ന് വയ്ക്കും കേട്ടോ. കാരണം കുറേശ്ശെയായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേശ്ശെയായിട്ട് അങ്ങനെ വയക്കി സെറ്റപ്പാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചേ വയ്ക്കുന്നുള്ളൂ കേട്ടോ. അതാ പറഞ്ഞത്, ഒരുപാട് നമ്മൾ വയക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കൈക്ക് പണി കിട്ടും. അതുകൊണ്ട് സംഭവം ഇന്ന് ഇത്രത്തേക്ക് നിർത്തി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി? ഇത് ആണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. പെണ്ണുങ്ങൾ ഇതുപോലെ വാക്കി കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് പറയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ.